നീറ്റ് സമരത്തിൽ കോൺഗ്രസ് പിന്നിലാണ്. തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത്. ജനപിന്തുണ കിട്ടാത്തതിനാൽ പാർട്ടി ആത്മപരിശോധന നടത്തണം. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പ്രതീക്ഷ അത് വലിയ രീതിയിൽ ജനപിന്തുണ ലഭിച്ചില്ല എന്ന തുറന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും എം പിയുമായ ശശി തരൂർ നടത്തിയിരിക്കുന്നത്. കോൺക്രോച്ച് ജനതാ പാർട്ടി അവിടെ ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വലിയ ജനപിന്തുണ കോൺഗ്രസ് സമരങ്ങൾക്ക് നേടാനായില്ല എന്നതാണ് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമായി തന്നെ ഇവിടെ ശശി തരൂർ പ്രതികരണമായി വച്ചിരിക്കുന്നത്. വിഷയത്തിൽ അവിടെ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ വിഷയത്തെ വലിയൊരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റുന്നതിൽ കോൺഗ്രസിന് സാധിച്ചില്ല എന്നും തരൂർ വ്യക്തമാക്കി. മുംബൈയിൽ ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു ദി യുണൈറ്റഡ് നേഷൻസിന്റെ 15ാമത് വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടന്ന സംവാദ പരിപാടിയിലായിരുന്നു തരൂറിന്റെ തുറന്ന പ്രതികരണം. കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ ഉയർത്തിയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ അവിടെ എത്തുകയും പരിപാടിയിൽ എത്തുകയും ചെയ്തു, ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉന്നയിച്ച അതേ വിഷയം മറ്റൊരു സംഘടന ഉയർത്തിയപ്പോൾ വലിയ ജനശ്രദ്ധ ലഭിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരത്തിന് അതേ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതെന്നതാണ് തരൂർ പറയുന്നത്. ജനങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തിക്കുന്നതിലും അതിനെ ശക്തമായ രാഷ്ട്രീയ പ്രചരണമായി മാറ്റുന്നതിലും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യമാണ് ഇതോടെ തന്നെ ഉയരുന്നത്. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന കോർക്കോച്ച് ജനതാ പാർട്ടി വിഷയത്തിൽ ആ ഒരു പ്രതിഷേധത്തിൽ താൻ പങ്കെടുത്തത് യുവാക്കളുടെ ആശങ്കയിൽ നേരിട്ട് കേൾക്കാൻ മാത്രമാണ് എന്നും അവിടെ താൻ പ്രസംഗിച്ചിട്ടില്ല എന്നും തരൂർ വ്യക്തമാക്കി. എന്നാൽ തരൂറിന്റെ ഈ പ്രതികരണം കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുകയാണ്. വിഷയം രാഹുൽ ഗാന്ധി ആദ്യം ഉയർത്തുകയും പക്ഷേ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയത് മറ്റൊരു സംഘടന. അപ്പോൾ പ്രശ്നം വിഷയത്തിലാണോ അതോ കോൺഗ്രസ് അതോ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല കോൺഗ്രസ് സമരങ്ങൾക്ക് ജനപിന്തുണ കുറഞ്ഞതിൽ അല്പപരിശോധന വേണമെന്നും അദ്ദേഹം ഇവിടെ തുറന്നടിച്ച് സംസാരിച്ചു. പാർട്ടിയുടെ പ്രതിഷേധ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 2029 പൊതു തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ജൻസികൾ നിർണായക ശക്തിയാകും. അടുത്ത മാർച്ചിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ജയിക്കാൻ അനുകൂല സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുംബൈയിൽ നടന്ന പരാമർശങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനമാണ് എന്ന് ആ ഒരു വ്യാഖ്യാനം ഉയർത്തിയതോടുകൂടി തന്നെ അതിന് വിശദീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ തന്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നതാണ്. അതുമാത്രമല്ല താനാകട്ടെ ഋഷഭ് ഷായുമായി നടത്തിയ സംഭാഷണത്തിലെ ഉള്ളടക്കം സ്വന്തം പാർട്ടിയോ നേതൃത്വത്തെയോ ആക്രമിക്കാൻ എന്ന മട്ടിൽ ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കഴിവുകേടിന്റെയും അതുപോലെ തന്നെ ദുരുദ്ദേശത്തിന്റെയും പ്രത്യേക തരത്തിലുള്ള ചേരുവയാണ് എന്നതും അദ്ദേഹം ഇവിടെ എടുത്തു കാട്ടിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.